റോഡ് ഷോകളും അത് 3 റോഡ് ഷോകളും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് ഓർക്കണം. റോഡ് ഷോ എത്തുന്നതിന് മുമ്പുള്ള ആവേശമാണ്. 3 ഭാഗത്തും ബാരിക്കേഡ് തീർത്ത ഈ നടുഭാഗം പോലീസ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ പോലീസും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും മാത്രമേ ഉള്ളൂ. നേതാക്കൾ ചില ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ ബാരിക്കേഡ് ഉപയോഗിച്ച് 3 സംഗമിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്ക് 3 ഒരുപോലെ കാണാൻ കഴിയുക. ഒരു പൂരത്തിനുള്ള ആവേശം ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പുറത്ത് BJP, LDF, അപ്പുറത്ത് UDF. BJPയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. BJP, SJD അങ്ങനെ വിവിധ പാർട്ടികളുടെ പതാകകൾ അവിടെ ചില തനത് രൂപങ്ങളടക്കം ഉയർത്തി വലിയ വമ്പിച്ച ആഘോഷത്തിലേക്ക് BJP ക്യാമ്പ് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ക്യാമ്പിൽ ഒരു ഉത്സവാഘോഷത്തിലേക്ക് BJP ക്യാമ്പ് എത്തിയിരിക്കുന്നു. ബിജെപിയുടെ റോഡ് ഷോ കടന്നു വരുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ വാഹനത്തിലുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. അങ്ങനെ നേതാക്കളുടെ ഒരു ബാഹുല്യം എല്ലായിടത്തും എല്ലാ പ്രചാരണ വാഹനങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എപ്പോഴത്തേക്ക് ഈ 3 റോഡ് ഷോയും അവിടേക്ക് എത്തും? ആവേശകരമായ പ്രചാരണ സമാപനം കൊട്ടിക്കലാശം ഇവിടെ നടക്കുകയാണ്. 3 റോഡ് ഷോയും എപ്പോഴേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അവിടുന്ന് മധു ചോദിക്കുന്നത് ആ സമയത്തായിട്ടുള്ള കാത്തിരിപ്പിലാണ്. നമ്മൾ 4 മണിയോട് കൂടിയ ആ ശേഷം മാത്രമാണ് LDFന്റെ റോഡ് ഷോ തുടങ്ങിയത്. ഏറ്റവും അവസാനം അവരാണ് തുടങ്ങിയത്. 6 മണിക്കുള്ളിലൊക്കെ കഴിയുകയും വേണം. എങ്ങനെ ഒഴുകി എത്തും, ഇതിനുള്ളിൽ പെട്ടുപോകുമോ സ്ഥാനാർത്ഥികളുള്ളതാണ്. അതെ, സ്ഥാനാർത്ഥിമാർ വരും ഇവിടെ 5:30 കഴിഞ്ഞ ശേഷമേ എത്തൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രവർത്തകർ വലിയ ആഘോഷത്തിലാണ്, ആവേശത്തിമിർപ്പിലാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. 3 സ്ഥാനങ്ങളിലായി LDF, UDF, BJP പ്രവർത്തകർ ഇടം പിടിച്ച് അവർ അക്ഷരാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം ആഘോഷിക്കുകയാണ് എന്ന് നമുക്ക് ഈ നിമിഷം പറയാം. പാലക്കാട് ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സംഭവ വികാസങ്ങളാൽ നിറഞ്ഞ പ്രചാരണ നാളുകൾ. 35 ദിവസം. അതെ, 35 ദിവസം. അതിൽ ഓരോ ദിവസവും ട്വിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഓരോ പന്തിലും സസ്പെൻസ്. ഏത് ടീം ജയിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയാത്ത വിധത്തിൽ ഓരോ പന്തിലും സസ്പെൻസ്. ഇത് അവസാനത്തെ ഓവറിലെ അവസാനത്തെ ബോളിൽ മാത്രം തീരുമാനമാകുന്ന ഒരു മത്സരമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഇവിടെ BJP, അവിടെ UDF, അങ്ങനെ 3 സ്ഥലത്തായി 3 സ്ഥലങ്ങളിലായി റോഡ് ഷോ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ. അവിടെയുണ്ട് ഒരു കൂട്ടം ജനങ്ങൾ, അല്ലാത്ത ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നത് 4ാമതൊരു സൈഡില്. അത് കാണാനെത്തിയ ആളുകളാണ്. പോലീസ്, അതിനേക്കാൾ പോലീസ് സേനയുണ്ട് കേട്ടോ. പോലീസിന്റെ വിന്യാസം വളരെ ആവേശകരമായ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന നിർബന്ധം സ്വാഭാവികമായി ഉണ്ട്. അതുകൊണ്ട് 3 ഇടങ്ങളിലായി നല്ല ദൂരത്തിൽ ബാരിക്കേഡ് 3 കൂട്ടരെ 3 ഇടങ്ങളിലായാണ് നിർത്തിയിരിക്കുകയാണ്. അവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ 3 മുന്നണികളും അവരുടെ പ്രചാരണം കൊട്ടി. നമ്മൾ ഇവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. നമ്മൾ പ്രവർത്തകരുടെ ഒക്കെ ആവേശം എടുത്തു പോയിട്ടുണ്ട്. ഇവിടെ കുറെ പേര് കാഴ്ചക്കാരായി നിൽക്കുന്ന സാധാരണക്കാരുണ്ട്. അവരൊന്ന് വരുമ്പോഴേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ചേട്ടാ, എങ്ങനെയുണ്ട് ഉഷാറാണ്. കളറാണ്, ഫുൾ കളറാണ്. കാണാവുന്നതാണോ? പാലക്കാടല്ല, ഇപ്പൊ അറിയൂ. ഉഷാറല്ലേ? ഉഷാറാണ്. പോലെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല, അത് 3 കൂടി ഒരുമിച്ച് വന്നപ്പോഴുള്ള ഒരു പാലക്കാടുകാർ രഥോത്സവം കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉത്സവം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ രൂപത്തിൽ വരുന്നതുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ പാലക്കാടുകാർ കുറവാണ്. അക്ഷയ കുറവാണ്. പാലക്കാടുകാരുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. എന്റെ അമ്മയെ കണ്ടോ എന്ന് ചോദിക്കും പോലെ. നമ്മളിതാ LDFന്റെ പ്രചാരണ സമാപനത്തിലേക്ക്, അവിടേക്കാണ് നമ്മൾ ഇതുവരെ പോകാത്തത് കേട്ടോ. LDFന്റെ പ്രചാരണ സമാപന സ്ഥലത്തേക്കാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ റോഡ് ഷോ എത്തിയിട്ടുള്ളൂ. LDFന്റെ റോഡ് ഷോ ഇവിടെ എത്താൻ കുറച്ച് വൈകും എന്നൊരു സൂചന ഉണ്ട്. വിക്ടോറിയ കോളേജിൽ റോഡ് ഷോ ഇവിടെ എത്തേണ്ടതുണ്ട്. ഇപ്പോ ഇവിടെ പ്രവർത്തകരെ കാണാം, ചെങ്കൊടികളേന്തി. LDFനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ്. ഡോക്ടർ സരിൻ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അവർക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമാവുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ചിഹ്നം മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കുന്നു. 2 തവണ 3ാമതെത്തിയതിന്റെ വലിയ ക്ഷീണം. പ്രവർത്തകര് CPM അത്രയും അടിയുറപ്പുള്ള മണ്ണിൽ ആ തരത്തിലേക്ക് എത്തിയതിന്റെ ക്ഷീണത്തിൽ നിന്ന് തിരികെ കയറേണ്ടതുണ്ട്. അഭിമാന പോരാട്ടമാണ് CPMനെ LDFനെ സംബന്ധിച്ചിടത്തോളം. ഒരു വോട്ടും പോകരുതെന്ന നിർബന്ധ ബുദ്ധി LDFനെ സംബന്ധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാലക്കാട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്തിരുന്നുവെങ്കിൽ ഇതൊരു വിജയ സാധ്യതയുള്ള മണ്ഡലമായി അവർ കണ്ടിരുന്നില്ലെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്ത് വിധേനയും പരമാവധി വോട്ടുകൾ വെട്ടിയാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ ഞാൻ നേതാക്കൾ സംസാരിച്ചപ്പോൾ മാത്തൂരിലും കണ്ണാടിയിലും ഒരു കാരണവശാലും കണ്ണാടിയിലൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി എത്തിയ വേദി എന്ന് പറയുന്ന അത്രമാത്രം അവരവരുടെ ശക്തി പ്രകടനം ഒരുപക്ഷെ കണ്ണാടിയിൽ ഇന്നലെ കാഴ്ചവെച്ചിരുന്നു. അത്രമാത്രം CPM പ്രവർത്തകർ, അതെ, അത്രമാത്രം CPM പ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു. ഇവര് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാൻ പറ്റുമോ? റോഡ് ഷോ
ഇവിടേക്ക് റോഡ് ഷോ എത്തിയിട്ടില്ല. പോലീസിന്റെ ബാരിക്കേഡ് കടന്ന് നമുക്ക് അപ്പുറം പോകണമെങ്കിൽ കുറച്ച് പാടാണ്. നോക്കാം, നമുക്ക് അങ്ങോട്ട് അതിന് വേണ്ടി ശ്രമിക്കാം. എന്തായാലും CPM ഗ്രൗണ്ട് വർക്ക് പി സരിൻ ഓടി നടന്ന് പണിയെടുക്കുന്നതാണ്. ഇന്നൊക്കെ നമ്മൾ കാണുന്നത് രാവിലെ മുതൽ സരിനൊപ്പം ഉണ്ടായിരുന്നു ഞാൻ. ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ സരിനും CPM-നും LDF-നാകെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒറ്റപ്പെട്ട ചെങ്കൊടികൾ കാണാം. എന്താ LDF പ്രവർത്തകർ എണ്ണത്തിൽ ടീഷർട്ടൊക്കെ ഉണ്ട്. നമ്മുടെ സാരഥി ഡോക്ടർ പി സരിൻ എങ്ങനെയുണ്ട്? എന്തും പറയാം. സരിൻ ജയിച്ചിരിക്കുന്നല്ലേ? ജയിച്ചു കഴിഞ്ഞു സരിൻ. പാലക്കാട് ജനത ആഗ്രഹിക്കണം എന്താ അറിയോ? അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ്, സാഫി അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ്, അതും ഒരു വ്യാജ പ്രസിഡന്റിനെ പാലക്കാട് നിർത്തിയിട്ട് ഇത് പിടിക്കാമെന്നുള്ള ധാരണ, ആ ധാരണ വേണ്ട. അവസാന നിമിഷം സന്ദീപ് കൂടി വന്നതോടുകൂടി അവരുടെ പരാജയം ഉറപ്പിച്ച്. ശരി, റോഡ് ഷോ എപ്പോ എത്തും? ജയിച്ചു കഴിഞ്ഞു. ജയിച്ചു. പാലക്കാട്ടെ വോട്ടർമാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും. ചേലക്കരയിൽ BJP ആയിരുന്നു അവസാനം വന്നേ. പക്ഷെ നല്ലൊരു പ്രകടനം അവര് കൊട്ടിക്കലാശത്തിൽ കാഴ്ചവെച്ചിരുന്നു. അപ്പം ഇവിടെ CPM LDF-ന്റെ റോഡ് ഷോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. LDF-ന്റെ പ്രവർത്തകർ അവർക്ക് നിങ്ങളൊക്കെ സ്ഥലത്ത് ആവേശം. ഇവരൊക്കെ പാലക്കാട് അത് ഇറക്കുമതിയാണ് ഞങ്ങളൊക്കെ. ഞങ്ങള് വിജയിച്ചു. ഞങ്ങൾ പാലക്കാടൻ കൊടിയ വീശുള്ളൂ. ഇത് പാലക്കാടുകാരാണ്, ഞങ്ങൾ പാലക്കാട്ടുകാർ തന്നെയാണ്. അതാണ് ഒരു ആവേശത്തോടെ ആവർത്തിച്ച് പറയുന്നതാണ് ഞങ്ങൾ പാലക്കാട്ടുകാരാണെന്ന്. ചെറിയ സരികളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു CPM-ന്റെ കൊടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. റാഫിന്റെ പിൻഗാമി ഉറപ്പാണ് പാലക്കാട്, മാറ്റമേ ഇല്ല. ചെങ്കടൽ ഇപ്പോൾ എത്താൻ പോകുന്നു. 10,000 വോട്ടിന്റെ വോട്ട് വോട്ടുണ്ടോ മോനെ? കുഞ്ഞല്ലേ നീ? എത്ര വയസ്സായി? എനിക്ക് 11 വയസ്സായി. 11 വയസ്സറിഞ്ഞിട്ടില്ല. ഒരു കാര്യം എന്റെ മകന് 3 പാട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ എന്റെ മകൻ എന്ന് പറഞ്ഞറിയോ, അച്ഛാ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അതായത് അയാളുടെ സരിന്റെ ഒരു ചിഹ്നം കണ്ടപ്പോൾ ബുക്ക് വായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ മകൻ വീക്കം പഠിക്കുക. ബുദ്ധിയുള്ള ആൾക്കാർ മൊത്തം സരിന് വോട്ട് ചെയ്യുന്ന പറഞ്ഞു. അല്ല, അവൻ ഒരു അനുഭവം പറഞ്ഞാണ് തെറ്റല്ല. അവൻ പറഞ്ഞെന്നറിയോ, ഞാൻ പോകാൻ പറയും, പോവില്ല. അവന് ഇഷ്ടമല്ല പോകുന്നു. അവൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ ചങ്ങിക്കൊണ്ടു. അവൻ പറഞ്ഞറിയോ, ബുദ്ധിയുള്ള പാലക്കാടിലെ ആൾക്കാര് സരിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്, ഉറപ്പിലാണ്. പറയുന്നുണ്ട് 12,000 ഒക്കെ പറയുന്നു. അതിനിടയിൽ ഒരു ചേട്ടൻ മാത്രം ഒരു വോട്ടിനെങ്കിലും ജയിച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഇവര് CPM പ്രവർത്തകരാണ്, പാർട്ടി പ്രവർത്തകരാണോ? അല്ല. വോട്ടർമാരാണോ? വോട്ടർമാരും അല്ല. ബസ് കാത്തു നിൽക്കാൻ വന്നവരാണ് എന്നാണ്. താടി സ്റ്റൈലാണ്. CPM-മാരനാ? അല്ല, ഏതുമല്ല. അങ്ങോട്ടും ജയിക്കുന്നു വിചാരിക്കുന്നു. അതെ, CPM-മാരുടെ ഇടയിൽ നിന്നാണ് അതൊന്നും അറിയില്ല, നമുക്ക് തോന്നണത് പറയുന്നു. ശരി, അങ്ങനെ ഈ അവിടെ നിന്നാണ് LDF-ന്റെ റോഡ് ഷോ വരുന്നത്. LDF-ന്റെ റോഡ് ഷോ വരാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും LDF എന്നുള്ളത് കാണാനായി കാത്തിരിക്കുന്നു. LDF-ന്റെ ഇവിടെ വരും, BJP-യുടെ അവിടെ വരും, പുറകിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. ഈ ഇടതുവശത്തായിട്ടാണ് UDF-ന്റെ റോഡ് ഷോ പോലെ തന്നെ ഇപ്പോൾ ആളുകൾ അവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പാലക്കാടുകാർക്കൊക്കെ ബുദ്ധിയുണ്ട്. എല്ലാവരും അവരവരുടെ അവർക്ക് ഉചിതമായ ചിന്തകൾക്ക് വെച്ച് വോട്ട് ചെയ്യും. അത് ആർക്ക് ചെയ്യുമെന്ന് നാട്ടുകാർ തീരുമാനിക്കട്ടെ. ഓരോ വാദങ്ങളാണ്. ഇപ്പോൾ കോൺഗ്രസും ആ വാദം ഉന്നയിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവത്വത്തിന്റെ പ്രതീകമാണ്, ഏറ്റവും ഊർജ്ജസ്വലനായ യുവാവാണെന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ബിന്ദു കൃഷ്ണ. മതേതരത്വത്തിന് വേണ്ടിയാണ് എനിക്ക് വോട്ട് ചെയ്യേണ്ടത് രാഹുൽ പറയുന്നുണ്ടായിരുന്നു.
പാലക്കാട്ടെ ജനങ്ങൾ തുടർച്ചയായി കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇനിയുള്ള ഒരേ ഒരു ആശ്രയം BJP ആണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അങ്ങനെ എല്ലാ അവകാശവാദങ്ങളും ഏറ്റവും അവകാശവാദം ഓരോ മണ്ഡലത്തിനനുസരിച്ച് മാറും. അത് ചെറുപ്പക്കാരൻ മത്സരിക്കുമ്പോൾ ഞങ്ങളിതാ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു എന്ന് പറയും. കാലങ്ങളായി മത്സരിക്കുന്ന ആളെ കേട്ടോ, ഇത്രയും കാലമായി നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്, അയാളെ തന്നെ ജയിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രങ്ങൾ, നീക്കങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയില്ലേ വെള്ളം ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അതുപോലെ കിടക്കും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിലപാടുകൾ പറയാനും ഒക്കെ കഴിവുള്ളവനെ കേരളത്തിൽ രാഷ്ട്രീയക്കാരനാകാൻ കഴിയൂ, നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയൂ. അത് നമ്മുടെ രാഷ്ട്രീയക്കാർ പാലക്കാട് തെരഞ്ഞെടുപ്പ് സെറ്റ് ചെയ്യുന്ന മാതൃകകൾ പലതാണ്. കേരള രാഷ്ട്രീയത്തിൽ അസംഭവ്യമായ ഒന്നുമില്ല എന്ന് തുറന്നു പ്രഖ്യാപിക്കുകയാണ് പാലക്കാട്. കേരളമാകെ, അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയം അവിടെ പ്രതിഫലിക്കുക. 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെയല്ല ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ ആവശ്യം പൂരങ്ങളുടെ പൂരം എന്ന് പറയുന്നത് പാലക്കാട്ടെ പൂരം ഒരു പൊടിപൂരമായി തന്നെ അവിടെ കൊട്ടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.